Hi everyone, this is me Casac Benjali. ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്വപ്നം കൊണ്ട് $100 ബില്യൺ കമ്പനി സ്വന്തമാക്കിയ ഒരു ചെറുപ്പക്കാരന്റെ കഥയാണ്. ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ അയാൾ സ്വപ്നം കാണുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിയായിരുന്നു. പിന്നീട് അയാൾ വളർന്ന് വലുതായി ആ ഒരു സ്വപ്നത്തിലുള്ള കമ്പനിയെ സ്വന്തമാക്കി ഇന്ന് $100 ബില്യൺ ആസ്തിയുള്ള കമ്പനിയുടെ ഓണറായ കഥയാണ് പറയാൻ പോകുന്നത്. മറ്റാരുമല്ല, സ്റ്റാർബക്സിന്റെ മുൻ സിഇഒ ഹവാർഡ് ഷാൾസ്. ജനിച്ചത് വളരെ ദാരിദ്ര്യം പിടിച്ചൊരു കുടുംബത്തിലായിരുന്നു. ഗവൺമെന്റ് നിർമ്മിച്ചു നൽകിയ പബ്ലിക് ഹൗസിംഗ് പ്രോജക്റ്റിലാണ് ജീവിച്ചത്. അച്ഛന് ചെറിയൊരു ജോലി, അമ്മയ്ക്കും വളരെ ചെറിയൊരു ജോലി. ഇടയ്ക്ക് ജോലിക്കിടയിൽ അച്ഛന് പരിക്ക് പറ്റി ജോലിക്ക് പോകാൻ കഴിയാതെ കിടന്നോടുകൂടിയിട്ട് ആ കുടുംബം കടുത്ത ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തി വലിയ പ്രയാസത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്തും ആ കുട്ടിയുടെ മിസ്റ്റർ ഹവാർഡിന്റെ മനസ്സിനകത്ത് വലിയ സ്വപ്നങ്ങൾ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം എന്നുള്ള തീവ്രമായ ആഗ്രഹം ഉണ്ടായിരുന്നു. കാരണം ചുറ്റുമുള്ളത് മുഴുവൻ നെഗറ്റീവാണ്. അച്ഛന് ജോലിയില്ല, അമ്മയ്ക്കാണെങ്കിൽ ചെറിയ ലോ പെയ്ഡ് ജോലിയാണ്, സ്കൂളിൽ കറക്റ്റായിട്ട് ഫീസ് അടക്കാൻ പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, വളരെ പരിമിതമായിട്ടുള്ള ജീവിത സാഹചര്യം. പക്ഷെ വലിയത് എത്തിപ്പിടിക്കണം എന്നുള്ള സ്വപ്നമായിരുന്നു ഓരോ ദിവസവും സ്റ്റെയർ കേസിൽ നിന്നുകൊണ്ട് സ്വപ്നം കണ്ടുകൊണ്ടിരുന്നത്. മിസ്റ്റർ ഹവാർഡ് കുട്ടിയായിരുന്ന സമയത്ത് തന്നെ നല്ല ഫുട്ബോൾ പ്ലെയർ, മനോഹരമായിട്ട് നല്ല രീതിയിൽ ഫുട്ബോൾ കളിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പഠിക്കാൻ യൂണിവേഴ്സിറ്റികളിൽ സ്കോളർഷിപ്പ് കിട്ടിയുകൊണ്ട് പഠനം വലിയ ബുദ്ധിമുട്ടില്ലാതെ പിന്നീട് നടന്നുപോയി. കോളേജിൽ സ്കോളർഷിപ്പ് കിട്ടി ജോയിൻ ചെയ്ത ഹവാർഡ് ഫുട്ബോളിൽ ശ്രദ്ധിക്കാതെ ജീവിതത്തെ എങ്ങനെങ്കിലും കരക്കടിപ്പിക്കണം, വലിയ സ്വപ്നം നേടണം, ജീവിതത്തിൽ കുടുംബം നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ സാമ്പത്തിക പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും പുറത്തു കടക്കണം എന്നുള്ള പ്രതിജ്ഞയുടെ ഫലമായിട്ട് പഠനത്തിലേക്ക് നന്നായിട്ട് ഫോക്കസ് ചെയ്തു. കമ്മ്യൂണിക്കേഷനിൽ അദ്ദേഹത്തിന്റെ ബിരുദാനന്തര ബിരുദം അദ്ദേഹം സ്വന്തമാക്കി. പഠനത്തിന് ശേഷം ഒരുപാട് ജോലികൾ ചെയ്തു നോക്കി, എങ്ങനെയെങ്കിലും കുടുംബത്തെ ദാരിദ്ര്യത്തിൽ നിന്ന് പുറത്തു കടക്കാൻ വേണ്ടിയിട്ട് പല ജോലിയും ചെയ്തു നോക്കി. പക്ഷെ ഒന്നും തന്നെ അദ്ദേഹത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്ന രീതിയിൽ ഒരു ഇൻകമോ പണമോ അദ്ദേഹത്തിന് സ്വന്തമാക്കാൻ കഴിഞ്ഞില്ല. വളരെ പ്രയാസപ്പെട്ടു. ഒരു ഘട്ടത്തിൽ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ തൻ്റെ രക്തം പോലും അദ്ദേഹത്തിന് വിൽക്കേണ്ടി വന്നു. അങ്ങനെ ഇരിക്കുകയാണ് പഠനത്തിന് ശേഷം അദ്ദേഹം സ്കൈ ലോഡ്ജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിൽ സെയിൽസ്മാൻ ആയിട്ട് ജോലിക്ക് കയറുന്നത്. അന്നും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുണ്ടായിരുന്ന ഒരു സ്ഥാപനമാണ് സ്റ്റാർബക്സിൽ ജോലി ചെയ്യണം. സ്റ്റാർബക്സിൽ എങ്ങനെയെങ്കിലും ജോലി ചെയ്യണം, എനിക്ക് സ്റ്റാർബക്സിൽ കയറി പറ്റണം എന്നുള്ളത് വലിയൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ അന്ന് സ്റ്റാർബക്സിന് 3 ഉടമസ്ഥരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഈ 3 ഉടമസ്ഥരെയും തൻ്റെ സ്വപ്നം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൺവിൻസ് ചെയ്ത് അദ്ദേഹം തൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിട്ടുള്ള സ്റ്റാർബക്സിൽ അദ്ദേഹം ജോലിക്ക് കയറി. അന്ന് സ്റ്റാർബക്സിന് വലിയ ഇന്നത്തെ രീതിയിലുള്ള വലിയൊരു ബിസിനസ് എക്സ്പാൻഷൻ ഒന്നുമില്ല. അവർ പ്രധാനമായിട്ടും ബിസിനസ് ചെയ്തുകൊണ്ടിരുന്നത് കോഫി ബീൻസിന്റെ സെല്ലിങ് മാത്രമാണ്. കോഫി ബീൻസ് ആണെന്ന് അവർ ഏറ്റവും കൂടുതൽ സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ 29-ാമത്തെ വയസ്സിൽ മിസ്റ്റർ ഹവാർഡ് സ്റ്റാർബക്സിൽ തൻ്റെ ജോലി സ്റ്റാർട്ട് ചെയ്തു, തൻ്റെ സ്വപ്നം നിറവേറ്റി. സ്റ്റാർബക്സിൽ ജോലി ചെയ്യുന്നതിനിടയിൽ അദ്ദേഹം ഇറ്റലിയിലേക്ക് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു ട്രിപ്പ് പോയി. അവിടെ ചെന്ന് അദ്ദേഹം ഒരു കോഫി ഷോപ്പിൽ കോഫി കഴിക്കാൻ കയറി. അവിടെ ഉണ്ടായിട്ടുള്ളൊരു ഫാസിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു സർവീസ് എക്സ്പീരിയൻസ്. അവിടെയുള്ള ഷോപ്പ് ഓണർ ഓരോ കസ്റ്റമറുടെയും പേര് വിളിച്ച് ഒരു വലിയ രീതിയിൽ വലിയൊരു പ്രീമിയം കസ്റ്റമർ എക്സ്പീരിയൻസ് കൊടുക്കുന്ന രീതിയിൽ അദ്ദേഹം അവിടെ സെർവ് ചെയ്തു. അദ്ദേഹം വളരെ ത്രില്ലടിച്ചിട്ടാണ് ഇറ്റലിയിൽ നിന്ന് അമേരിക്കയിലേക്ക് തിരിച്ചു പറഞ്ഞത്. അങ്ങനെ അമേരിക്കയിൽ എത്തിയ ഉടനെ തന്നെ തൻ്റെ 3 ഓണേഴ്സിനെയും കണ്ടു, സംസാരിച്ചു. ഇറ്റലിയിൽ എനിക്കുണ്ടായിട്ടുള്ള ഈ ഒരു പ്രീമിയം എക്സ്പീരിയൻസ് എന്തുകൊണ്ട് നമുക്ക് സ്റ്റാർബക്സിൽ നടപ്പിലാക്കിക്കൂടാം? അദ്ദേഹം വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ആ ഒരു പ്രോജക്റ്റ് അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. പക്ഷെ നിരാശയായിരുന്നു ഫലം. തൻ്റെ 3 മുതലാളിമാരും തൻ്റെ സ്വപ്നത്തെ റിജക്റ്റ് ചെയ്തു. അതിവിടെ നടക്കാൻ പോകുന്നില്ല, അത് നമുക്ക് വേണ്ടെന്ന് പറഞ്ഞ് ആ ഒരു വലിയ സ്റ്റാർബക്സിന്റെ എക്സ്പാൻഷൻ പ്ലാനിനെയും പ്രോജക്റ്റിനെയും കംപ്ലീറ്റ് ആയിട്ട് നിരാകരിച്ചു. ശരിക്കും ഇങ്ങേർക്ക് മിസ്റ്റർ ഹവാർഡ് ഷാൾസിന് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. പുള്ളിക്കാരൻ വിചാരിച്ചു, എൻ്റെ ഇത്രയും വലിയൊരു ഐഡിയ പറഞ്ഞിട്ട് അതിനൊന്ന് കേൾക്കാൻ പോലും തയ്യാറാവാതെ, ഇംപ്ലിമെന്റ് ചെയ്ത് നോക്കാൻ പോലും തയ്യാറാവാതെ റിജക്റ്റ് ചെയ്ത സ്ഥലത്ത് ഞാനിനി എങ്ങനെയാണ് വർക്ക് ചെയ്യുക? അതുകൊണ്ട് തന്നെ ഞാൻ അവിടുന്ന് രാജിവെച്ചിറങ്ങുന്നു. ഇനി എൻ്റെ ഈ ഒരു ഐഡിയ, ഒരു പ്രീമിയം സർവീസോട് കൂടിയിട്ടുള്ള ഒരു കോഫി ഷോപ്പ് എന്ന് പറയുന്ന എൻ്റെ സ്വപ്നം സ്വന്തമായിട്ട് തന്നെ തുടങ്ങണം. അങ്ങനെ പുള്ളിക്കാരൻ അവിടുന്ന് രാജിവെച്ചിട്ട് ഇറങ്ങി. പുള്ളിക്കാരൻ സ്വന്തമായിട്ടൊരു ഷോപ്പ് എന്ന് പറയുന്ന ആ ഒരു വലിയ സ്വപ്നത്തിന് വേണ്ടിയിട്ട് നടന്നു. പുള്ളിക്കാരൻ കാശൊന്നുമില്ല, സ്വപ്നം മാത്രമേ ഉള്ളൂ. ഒരുപാട് ആളുകളുടെ മുന്നിലേക്ക്
ഈ ഒരു ബിസിനസ് ഐഡിയ പ്രസന്റ് ചെയ്തു. ഒരുപാട് ഇൻവെസ്റ്റേഴ്സിന്റെ മുന്നിലേക്ക് ബിസിനസ് ഐഡിയ പ്രസന്റ് ചെയ്തു. ഒരുപാട് ആളുകൾ പറഞ്ഞു ഇതൊന്നും കാശ് മുടക്കിയിട്ട് കാര്യമൊന്നുമില്ല, കാശ് മുടക്കി ഇറ്റ്സ് നോട്ട് എ വർത്തി ഐഡിയ ടു ഇൻവെസ്റ്റ് മണി, ഇത് കാശ് മുടക്കിയിട്ട് തിരിച്ചു കിട്ടാനൊന്നും പോകുന്നില്ല, ഇതൊരു വിഡ്ഢിത്തമാണ്, ഇത് ആർക്കും ആവശ്യമില്ല എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ റിജക്ട് ചെയ്തു. പക്ഷെ നിരന്തരമായിട്ട് ആ സ്വപ്നം നേടണം എന്നുള്ള തീവ്രമായ ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങേര് ആ ഒരു ലക്ഷ്യത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്ത് നടന്നപ്പോൾ കുറച്ച് ആളുകൾ അദ്ദേഹത്തിന്റെ സ്വപ്നത്തെ പിന്തുണയ്ക്കാനുണ്ടായി. അങ്ങനെ അവരുടെ ഫണ്ടിങ്ങോട് കൂടിയിട്ട് തൻ്റെ സ്വപ്നമായിട്ടുള്ള ആ കോഫി ഷോപ്പ് തുടങ്ങി. ആ കോഫി ഷോപ്പ് നല്ല രീതിയിൽ ആ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ സ്റ്റാർബക്സ് ബാങ്ക്രപ്സി നേരിടേണ്ടി വന്നു. സാമ്പത്തികമായിട്ട് തകർന്ന സ്റ്റാർബക്സ് ബാങ്ക്രപ്സിയിലേക്ക് പോയപ്പോൾ ആദ്യം തന്നെ സ്റ്റാർബക്സിനെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഓടിയെത്തിയത് മിസ്റ്റർ ഹവാർഡ് ഷെൽസ് ആയിരുന്നു. അദ്ദേഹം സ്റ്റാർബക്സിനെ വിലയ്ക്ക് വാങ്ങിച്ചതിന് ശേഷം തൻ്റെ കോഫി ഷോപ്പിന്റെ ബ്രാൻഡിങ് സ്റ്റാർബക്സിലേക്ക് മാറ്റി. പിന്നീട് ലോകം കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന സ്റ്റാർബക്സിന്റെ വളർച്ചയാണ്. ഇന്ന് ലോകത്ത് ഏകദേശം 30,000-ലധികം കോഫി ഷോപ്പുകളുള്ള, കോഫി എന്ന് പറയുമ്പോൾ അതിൻ്റെ അവസാന വാക്ക് ഒന്നേ ഉള്ളൂ, സ്റ്റാർബക്സ്. അങ്ങനെ ലോകത്ത് മുഴുവനായിട്ടും പരന്നു കിടക്കുന്ന ഒരു കോഫി ഷോപ്പ് ഹബ്ബായിട്ട്, ഒരു കോഫി ഷോപ്പ് നെറ്റ്വർക്കായിട്ട്, $100 ബില്യൺ കമ്പനിയായിട്ട് മിസ്റ്റർ ഹവാർഡ് ഷെൽസിന് ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞത് ഒരു തീവ്രമായ സ്വപ്നത്തിൽ നിന്നുകൊണ്ടാണ്. തനിക്കുണ്ടായ ആ ഒരു വലിയ എക്സ്പീരിയൻസ് റിപ്ലിക്കേറ്റ് ചെയ്യണമെന്നുള്ള തീവ്രമായ ആഗ്രഹത്തിന്റെ പുറത്ത് അദ്ദേഹത്തിന്റെ ഐഡിയ പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. പക്ഷേ ആ റിജക്ഷനിൽ നിന്ന് പിന്തിരിഞ്ഞോടാൻ തയ്യാറായില്ല. അതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഈ കേസ് സ്റ്റഡിയിലുള്ള ഗുണപാഠം. റിജക്ഷൻ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും, നിങ്ങളുടെ ഐഡിയ വേർത്തല്ലെന്ന് പറയും, ആളുകൾ നിങ്ങളെ പരിഹസിക്കാൻ വരും. പക്ഷേ ഫോക്കസ് ഓൺ ഇദ്ദേഹത്തിന്റെ ജീവിത വിജയത്തിലെ, ഹവാർഡ് ഷെൽസിന്റെ ജീവിത വിജയത്തിലെ എന്തൊക്കെ ഘടകങ്ങളാണ് വിജയത്തിൽ എത്തിച്ചത്? ഒന്ന്, ഡ്രീം ബിഗ്. പട്ടിണി കിടക്കുന്ന സമയത്തും വീടില്ലാത്ത സമയത്തും അച്ഛൻ പരിക്ക് പറ്റി തകർന്നു കിടന്ന് ഫീസ് അടക്കാൻ പോലും ഗതിയില്ലാത്ത സമയത്തും ലോകത്തിന്റെ ഉയരങ്ങളിൽ എത്തിച്ചേരുമെന്നുള്ള ആ വലിയ സ്വപ്നം നമ്പർ 1. രണ്ടാമത്തത്, അതിന് വേണ്ടിയിട്ട് കഠിനാധ്വാനം ചെയ്യാനും തൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായ ഫുട്ബോൾ പോലും വേണ്ടെന്ന് വെച്ച് പഠനത്തിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് അതിലൂടെ ഉയരങ്ങൾ കീഴടക്കണമെന്നുള്ള നിശ്ചയദാർഢ്യം. പിന്നീട് സ്റ്റാർബക്സിൽ ജോലി ചെയ്ത സമയത്തും സ്റ്റാർബക്സിൽ നിന്ന് പുറത്തിറങ്ങിയ സമയത്തും തൻ്റെ സ്വപ്നം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ടുള്ള രാവും പകലും അദ്ദേഹം വർക്ക് ചെയ്ത കമ്മിറ്റഡ് ആയിട്ടുള്ള ഹാർഡ് വർക്ക്. അതിനുശേഷം റിസ്ക് എടുക്കാനുള്ള എബിലിറ്റി സ്റ്റാർബക്സ് കൊടുക്കുന്നു എന്ന്, സ്റ്റാർബക്സ് ബാങ്ക്രപ്സിയിലേക്ക് പോകുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് വാങ്ങിക്കുകയും അതിൻ്റെ സാധ്യത മനസ്സിലാക്കി അത് ലോകത്തിലേക്ക് മുഴുവൻ എക്സ്പാൻഡ് ചെയ്യുന്ന ഒരു ഓൺട്രപ്രനോറിയൽ എബിലിറ്റിയായി റിസ്ക് ടേക്കിംഗ് എബിലിറ്റി. ഇതാണ് ഹവാർഡ് ഷെൽസിന്റെ ജീവിതത്തെ $100 ബില്യൺ വാല്യൂ ഉള്ള ജീവിതമാക്കി മാറ്റിയത്. ഇന്നും സ്റ്റാർബക്സ് നമ്മുടെ ഏവരുടെയും ഒരു പ്രീമിയം കോഫി എക്സ്പീരിയൻസ് തന്നെയാണ്. താങ്ക് യു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഇനിയും ഇത്തരത്തിലുള്ള ലൈഫ് ട്രാൻസ്ഫോമിംഗ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ പേഴ്സണൽ ആയിട്ടുള്ള ഏതെങ്കിലും രീതിയിലുള്ള ട്രാൻസ്ഫോർമേഷൻ കോഴ്സുകൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സെയിൽസ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, ബിസിനസ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക, ലോ ഓഫ് അട്രാക്ഷൻ ട്രെയിനിങ്, അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഞങ്ങൾ നമ്പർ 1 ആയി നിൽക്കുന്ന പബ്ലിക് സ്പീക്കിംഗ് ട്രെയിനിങ്, മാനസികമായ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു കിടക്കാൻ വേണ്ടിയുള്ള സെൽഫ് മാസ്റ്ററി, ലോ ഓഫ് അട്രാക്ഷൻ, വെൽത്ത് മാസ്റ്ററി തുടങ്ങിയ ഒത്തിരി ട്രെയിനിങ്ങുകൾ ഓൺലൈനിലായിട്ട് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. സോ കൂടുതൽ അറിയാൻ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജ് അയക്കുക. എക്സിക്യൂട്ടീവ്സ് നിങ്ങൾക്ക് വളരെ കൃത്യമായുള്ള ഉത്തരങ്ങൾ തരുന്നതായിരിക്കും. ഒരുപാട് നന്ദി ഈ വീഡിയോ കണ്ടതിന്. എല്ലാവിധ ആശംസകളും. ഞാൻ കസാക് ബെഞ്ചാലി.